മലപ്പുറത്ത് കോപ്പിയടിച്ചാണ് പിള്ളേർ വിജയിക്കുന്നതെന്ന് VS നടത്തിയ പ്രസ്താവനത്തിൽ CPM-ൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള അത് ശരിയല്ല എന്ന് പറയുന്ന പ്രസ്താവനകൾ ഇപ്പോൾ ലഭ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയിട്ട് അന്നത്തെ പത്ര കട്ടിങ്ങുകൾ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിനും അങ്ങനെ എളുപ്പം നിഷേധിച്ചു പോകാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മരിച്ചു കിടക്കുമ്പോൾ ഉന്നതമായ ഒരു സാംസ്കാരിക നിലവാരത്തിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത് എല്ലാവരും പാലിക്കേണ്ട ഒരു മര്യാദയും മാന്യതയുമാണ്. പക്ഷേ CPM ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ VS-നെ വിമർശിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ഭാഗത്ത് മുസ്ലിം ഭാഗത്ത് നിന്ന് വരുന്ന ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അതിൽ ശരി തെറ്റുകൾ CPM നിശ്ചയമായും ചൂണ്ടിക്കാണിക്കാം. അതിനെ തീവ്രവാദവൽക്കരിക്കുക, അതിനെ വിദേശ ബന്ധം ആരോപിക്കുക, അതിനെതിരെ പോലീസിന് ഇടപെട്ട് നടപടികൾ എടുപ്പിക്കുക, ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. മരണപ്പെട്ടു പോയ മനുഷ്യർ, പ്രത്യേകിച്ച് ഒരു പൊതുജീവിതത്തിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ നിലപാടുകളെക്കുറിച്ചുള്ള വിമർശനാത്മകമായ വിശകലനം ഉണ്ടാവും. കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്ന ആൾ 2010 ഡിസംബറിൽ അദ്ദേഹം മരിക്കുന്നു. 2011 ജനുവരിയിൽ കേരളീയം എന്ന് പറയുന്ന മാഗസിൻ, തൃശ്ശൂരിൽ എന്ന് പറയുന്ന മാഗസിൻ, അവർ സ്പെഷ്യൽ പതിപ്പിറക്കി. ആ പതിപ്പിൽ ഒരൊറ്റ ഉള്ളടക്കേ ഉള്ളൂ, കരുണാകര വിമർശനം മാത്രം. കരുണാകരൻ ചെയ്ത അതിക്രിയകൾ, എനിക്ക് തോന്നുന്നു 14ഓളം ലേഖനങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയത്. സ്പെഷ്യൽ ഇഷ്യൂ ആണ്. കരുണാകരൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് മാത്രം അതൊരു സ്പെഷ്യൽ ഇഷ്യൂ ആയിട്ട് ഈ കേരളത്തിലൊരു മാസിക ഇറക്കിയിട്ടുണ്ട്. ഈ മനുഷ്യൻ മരിച്ചതിൻ്റെ തൊട്ടടുത്ത ആഴ്ച. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. VS-നെതിരായ വിമർശനം വരുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ മെറിറ്റിനെ സംബന്ധിച്ച് CPM-ന് ഡിബേറ്റുകളാകാം. പക്ഷെ അതിനെ വേറെ നിലക്ക് കാണുക, അതിനെ പൈശാചികവൽക്കരിക്കുക, തീവ്രവാദവൽക്കരിക്കുക, അതിനെതിരെ പോലീസ് നടപടി എടുക്കുക എന്നൊക്കെ പറയുന്നത് കടന്ന കൈയാണ്.